ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ലക്ഷദ്വീപിലെ ഞങ്ങൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്ത ഐലൻഡാണ് അന്ത്രോത്ത് ഐലൻഡ്. ഇത് ലക്ഷദ്വീപിലെ ഏറ്റവും വലിയൊരു ഐലൻഡായിട്ട് വരും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വന്നപ്പോഴേക്കും ഷിപ്പ് ഐലൻഡിൻ്റെ അടുത്തേക്ക് പോയില്ല. അതുകൊണ്ട് തന്നെ ബോട്ടിൽ ഇറങ്ങിയിട്ട് വേണം നമുക്ക് ജെട്ടിയിലേക്ക് പോകാനായിട്ട്. അവിടെ ചെന്നപ്പോൾ തന്നെ ചെക്കിങ്ങിന് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് ലക്ഷദ്വീപിലെ പെർമിറ്റിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് ഐലൻഡ്സ് ഉണ്ടെന്ന് അറിയാവുന്ന പോലെ അന്ത്രോത്തിൻ്റെ ഐലൻഡിൻ്റെ പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് തന്നെ ഇറങ്ങിയിട്ട് പോയി പോലീസ് സ്റ്റേഷനിൽ പോയി എൻട്രി ചെയ്യണം. അവരുടെ ബുക്കിലും എൻട്രി ചെയ്ത് സൈൻ ചെയ്യണം. അതിപ്പോൾ നിങ്ങൾ ഏത് ഐലൻഡിൽ പോയാലും ഈ സെയിം പ്രൊസീജിയർ ഫോളോ ചെയ്യണം. പിന്നെ അവിടുത്തെ ബീച്ചിൽ പോയി കുറച്ച് ഫോട്ടോസ് എടുത്തു. ഇത് മാത്രമല്ലാതെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ ലൈറ്റ് ഹൗസ്, അതായത് ലക്ഷദ്വീപിൻ്റെ ആ ഒരു ഗ്രൂപ്പ്സിൽ ഫസ്റ്റ് ലൈറ്റ് ഹൗസ് ഉണ്ടാക്കിയത് ഈ ഒരു ഐലൻഡിലാണ്, അന്ത്രോത്ത് ഐലൻഡ്. അതേപോലെ തന്നെ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ലക്ഷദ്വീപിൽ താമസിക്കുന്നത്. നമ്മൾ വരുമ്പോൾ തന്നെ കാണാൻ പറ്റും ഒത്തിരി ആൾക്കാർ ഇവിടുന്ന് ഇറങ്ങാനും അതേപോലെ തന്നെ കയറാനും ഉണ്ടാവും. പിന്നെ ലക്ഷദ്വീപ് ശർക്കര ഏറ്റവും കൂടുതൽ കിട്ടുന്നതും ഈ ഐലൻഡിലാണ്. ലക്ഷദ്വീപ് ശർക്കര എന്ന് പറയുന്നത് തേങ്ങയിൽ നിന്നും ഉണ്ടാക്കുന്നതാണ്.